ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ഫിഷിൻ്റെ റെസിപ്പിയാണ്. ഫിഷ് മസാല ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സാധാരണ നോമ്പ് തുറക്കാനായി ഡ്യൂട്ടി ടൈമിലായതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാറില്ലായിരുന്നു. എന്നാൽ ഇന്ന് അവധി ആയതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഫിഷ് മസാല ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സബോള, മല്ലിയില എല്ലാം കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഫിഷ് ഒന്ന് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് തിരുമിയെടുക്കുക. പിന്നീട് ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഈ തിരുമ്മി വെച്ചിരിക്കുന്ന ഫിഷ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ജസ്റ്റ് കളറിന് വേണ്ടി മാത്രം ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അതുപോലെ പൊടിഞ്ഞു പോകാതിരിക്കാനും കൂടി വേണ്ടിയാണ്. ഫ്രൈ ചെയ്തതിന് ശേഷം അതേ ഓയിലിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സബോള ഇട്ട് വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് വഴറ്റിയെടുക്കുക. പിന്നീട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. മസാല മൂത്തതിന് ശേഷം അതിലേക്ക് നിങ്ങളുടെ കയ്യിലുള്ള വാളംപുളിയോ അല്ലെങ്കിൽ കുടംപുളിയോ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ കുടംപുളി ഇല്ലാത്തതുകൊണ്ട് വാളംപുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഒരല്പം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരല്പം വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നീട് തിക്കായ ഗ്രേവിയിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കുക. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. പിന്നീട് അതിലേക്ക് മല്ലിയില, കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. ഫൈനലായിട്ട് നമ്മൾ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് നമ്മളുടെ ഫിഷ് മസാല ഫിനിഷ് ചെയ്യാവുന്നതാണ്. കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്തതിന് ശേഷം അല്പം ഒന്ന് അടച്ചു വെച്ച് ആവി കയറ്റുക. ഇതോടെ നമ്മുടെ ഫിഷ് മസാല റെഡി ആയിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.